ഇദ്ദേഹത്തോട് ചോദിക്കാം, ഈ മകന് ഇവിടെ പാലക്കാട്ട് ബസ് സ്റ്റാൻഡിൽ നടന്ന് പിച്ച തെണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അപ്പനുമില്ല, അമ്മയുമില്ല, എനിക്ക് ആരുമില്ല, എന്നെ ആരെങ്കിലും കൊണ്ടുപോകണേ എന്ന് പറഞ്ഞപ്പം വിളിച്ചുകൊണ്ട് വന്നാണോ ഇവനെ? അല്ല. അല്ല, ഈ ട്രെയിനിൽ തൂത്തോണ്ട് നടക്കുന്നുണ്ട് ചിലരെല്ലാം. അയ്യോ എനിക്ക് ആരുമില്ലേ, 2 പൈസ തരണേ, 2 പൈസ തരണേ, അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നാണ്? അങ്ങനെയല്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രിയ സഹോദരന്റെ കുടുംബത്തിൽ ഇവൻ ജനിച്ചതാണ്. അങ്ങനെയാണ് ഇവൻ കുടുംബക്കാരനായി തീർന്നത്. ദയ കിട്ടാൻ വന്നതല്ല ഇവൻ, ആശ്വാസം പ്രാപിക്കാൻ വന്നതല്ല, സൗഖ്യം പ്രാപിക്കാൻ വന്നതല്ല. എങ്ങനെയാ ഇവൻ ഈ കുടുംബക്കാരനായത്? എങ്ങനെയായത്? ജനിച്ചതാണ്. ഇന്ന് ദൈവത്തിന്റെ കുടുംബത്തിൽ വരുന്ന ഭൂരിഭാഗം എന്തിനു വേണ്ടി വരുന്നതാ? ആശ്വാസം പ്രാപിക്കാൻ, ദയ കിട്ടാൻ, സങ്കടങ്ങൾ മാറിപ്പോകാനാണ്. അങ്ങനെ വന്നാൽ ജനനം നടക്കുമോ? പറഞ്ഞാട്ട് നിങ്ങൾ പറയും, ഞാൻ പറയുന്ന സത്യമാണോ? ഇന്ന് ജനിപ്പിക്കുന്ന വചനമാണോ നൽകുന്നത്, ആശ്വസിപ്പിക്കുന്ന വചനമാണോ ഇന്ന് കൺവെൻഷനുകളിൽ നൽകുന്നത്? പറഞ്ഞാട്ട് ഇന്ന് കൺവെൻഷനിലെ പ്രധാന പ്രസംഗ വിഷയം ആത്മാക്കളെ ദൈവത്തിന്റെ ഭവനത്തിൽ ജനിപ്പിക്കുന്ന വചനമാണോ, അതോ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ആശ്വാസത്തിന് വേണ്ടി കൊണ്ടുവരുന്ന വചനമാണോ? പറഞ്ഞാട്ട് എന്തിന്, എങ്ങനെയുള്ള വചനമാണ്? ആശ്വാസത്തിന്. ഇന്ന് കൂടുതലും നടക്കുന്നത് ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ആശ്വാസം പ്രാപിക്കാൻ ഇന്ന് അനേകർ വരുന്നുണ്ട്. ദൈവം ആശ്വസിപ്പിക്കുന്നതിനോട് ദയുണ്ട്, എന്നാൽ വളരെ ചുരുക്കമേ ജനനം നടക്കുന്നുള്ളൂ. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ആശ്വാസം പ്രാപിക്കാൻ അനേകർ വരുന്നുണ്ട്, രോഗസൗഖ്യം വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്, പണത്തിന്റെ പ്രയാസങ്ങൾ പോകുന്നുണ്ട്, എല്ലാം ആശ്വാസം ലഭിക്കുന്നുണ്ട്. എന്നാൽ ജനനം നടക്കുന്നവർ, ജനിക്കുന്നവർ, ഞാൻ ചോദിക്കട്ടെ, ഈ മകന് എല്ലാ ദിവസവും അപ്പനോട് അപ്പം പപ്പ അപ്പം തരണേ എന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടാണോ ഇരിക്കുന്നത്? എന്നാൽ ഈ ആശ്വാസം പ്രാപിക്കുന്നവർക്ക് എന്ത് ചെയ്തേ ഒക്കുള്ളൂ? എല്ലാ ദിവസവും ചോദിച്ചേ ഒക്കുള്ളൂ. എല്ലാ ദിവസവും ചോദിക്കാതെ അവരുടെ കാര്യം നടക്കുകയില്ല. കാരണം ഒരു ആശ്വാസം പ്രാപിക്കാൻ വന്നവനാ ഇവൻ. എന്തുവാ ഇവൻ? മകൻ അവന്റെ അപ്പനാണ് അവന് നോക്കുന്നത്. അവന്റെ ഷർട്ട് പഴയതാകുന്നോ, ചെരുപ്പ് പഴയതാകുന്നോ, ഇവന് വിശക്കുന്നുണ്ടോ, ഇവന്റെ അമ്മ നോക്കിക്കൊണ്ടിരിക്കും. ഇവൻ കളിച്ചുകൊണ്ടുകൂടി നടക്കും.